ഹലോ നമസ്കാരം. ഏവർക്കും എയ്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യയിലെ വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ നോക്കാം. വനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഡിട്രിച്ച് ബ്രാൻഡിസ്. ആരാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ്. ഓക്കെ. അടുത്തതായിട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? അതാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ആരാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയുടെ പേര്. ഇന്ത്യയിൽ ആദ്യമായി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബെലിന്ദ റൈറ്റ്. ആരാണ്? ബെലിന്ദ റൈറ്റ് ആണ് ആദ്യമായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. അടുത്ത ഫാക്റ്റിലേക്ക് പോകാം. വന സംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേര്. വന സംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരാണ് ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്. ഏതാണ്? ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്. ഓക്കെ. നെക്സ്റ്റ് അടുത്തായിട്ട് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ലോകത്തിൽ വനാടിസ്ഥാനത്തിൽ ഇന്ത്യ 10ാം സ്ഥാനത്താണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ഇന്ത്യയുടെ വനവിസ്തൃതി എത്ര ശതമാനമാണെന്നത്. ഓക്കെ. അവിടെ മനസ്സിലാക്കി വെക്കുക 24.56% ഇന്ത്യയുടെ വനവിസ്തൃതി. പാരിസ്ഥിതിക സന്തുലനാവസ്ഥയ്ക്ക് ഒരു പ്രദേശത്തിൻ്റെ 33% വനത്തിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ത്യയുടെ 24.56% വനമുള്ളത്. അടുത്ത ഫാക്ട്, ഇന്ത്യയിലെ മൊത്തം ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം. ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 106 ആണ്. ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങൾ 106 ഉണ്ട്. നെക്സ്റ്റ് അടുത്ത കാര്യം, ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 18 ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ദേശീയോദ്യാനങ്ങൾ 106, ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18 എന്ന് മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത കാര്യം, ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ആരംഭിക്കാൻ കാരണമായ യുനെസ്കോയുടെ പദ്ധതിയുടെ പേര്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ആരംഭിക്കാൻ കാരണമായ യുനെസ്കോയുടെ പദ്ധതിയുടെ പേരാണ് മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പ്രോഗ്രാം. ഏതാണ്? മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പ്രോഗ്രാം. നെക്സ്റ്റ് അടുത്ത ഫാക്ട്, പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം 33.3. ഓക്കെ. 33.3%. അതായത് 1/3 ഭാഗം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ 1/3 ഭാഗം എന്ത് വേണം? വനം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിലാണ് പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ. അടുത്ത ഫാക്റ്റിലേക്ക് പോകാം. അടുത്ത ഫാക്ട്, ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത കാര്യം, ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം നോക്കുകയാണെങ്കിൽ അത് ഹരിയാനയാണ്. ഓക്കെ. അത്രത്തോളം സിറ്റി ആയിട്ടുള്ള പ്രദേശമാണ് ഏത്? ഹരിയാന. ഡൽഹി പോലെയുള്ള സ്ഥലങ്ങൾ ആ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് വനം കുറവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ. നെക്സ്റ്റ് അടുത്ത കാര്യം, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണെങ്കിൽ അത് മിസോറാമാണ്. ഏതാണ്? മിസോറാം. ഓക്കെ. അതേപോലെ തന്നെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവാണെങ്കിൽ അത് ഹരിയാനയാണ്. ഓക്കെ. 4 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ്, ഏറ്റവും കുറവ് വനമുള്ളത് ഹരിയാന, ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ കാണപ്പെടുന്നത് മിസോറാമിലും, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ഹരിയാനയിലുമാണ്. ഇതാണ് ആ 4 വസ്തുതകൾ. കൃത്യമായിട്ട് ആ പോയിന്റുകൾ ഓർത്ത് വെച്ചുള്ള ആ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ. അടുത്ത ഫാക്റ്റ് ഇതാ, വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത്? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് ജമ്മു കാശ്മീരാണ്. ആദ്യകാലത്തൊക്കെ ഇത് ആൻഡമാൻ നിക്കോബാർ ആയിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജമ്മു കാശ്മീർ എന്നൊരു കേന്ദ്രഭരണ പ്രദേശം കൂടെ വന്നതിന് ശേഷം ജമ്മു കാശ്മീരിന് ആ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ ജമ്മു കാശ്മീരും. അതേപോലെ തന്നെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് ലക്ഷദ്വീപാണ്. നിങ്ങൾക്കറിയാം, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ വനമുണ്ട്. അവിടെ ശതമാനാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനം അവിടെ കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് അടുത്ത കാര്യം, വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം നോക്കുകയാണെങ്കിൽ
മനസ്സിലാക്കി വെച്ചോളണം. ലഡാക്ക് ഓക്കെ, മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എന്താണ്, വനങ്ങൾ കുറവാണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് ലഡാക്ക് എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫാക്റ്റിലേക്ക് പോകുന്നു. ചന്ദനമരങ്ങൾ ധാരാളം കാണപ്പെടുന്ന സംസ്ഥാനം. ചന്ദനമരങ്ങൾ ധാരാളം കാണപ്പെടുന്ന സംസ്ഥാനം നോക്കിയാൽ കാണാം, കർണാടക. ഓക്കെ, നമ്മൾ കേട്ടതാണ്, വീരപ്പൻ്റെ കഥയൊക്കെ നമ്മൾ കർണാടക കാടുകൾക്കൊക്കെ കേട്ടതാണ്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കി വെച്ചോളാം, ചന്ദന മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം ഏതാണ്, കർണാടകയിൽ ആ പ്രദേശമൊക്കെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ഇത് കർണാടക. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ഫാക്റ്റ്, തേക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശാണ്. തേക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മധ്യപ്രദേശമാണ്. തേക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മധ്യപ്രദേശാണ്. അതേപോലെ തന്നെ വനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെ തന്നെയാണ്, മധ്യപ്രദേശാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് വെച്ചുള്ള, വനവൽക്കരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വൃക്ഷമാണ് തേക്കെന്ന് ആലോചിച്ച് വെച്ചുള്ള. ആ രീതിയിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും, മധ്യപ്രദേശിനെ കണക്ട് ചെയ്യാൻ പറ്റും. മധ്യപ്രദേശിൽ നല്ലോണം വനമുണ്ട്, അവിടെ വനവൽക്കരണത്തിന് വേണ്ടിയിട്ട് തേക്ക് നമ്മൾ നട്ടിട്ടുണ്ട് എന്ന രീതിയിൽ അവിടെ ആലോചിച്ച് വെച്ചുള്ള. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് മൾബറി വനങ്ങൾ. ഓക്കെ, മൾബറി വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും കർണാടക തന്നെയാണ്. ചന്ദനമരം ഓൾറെഡി പറഞ്ഞു കർണാടകയാണ്. അതേപോലെ തന്നെ മൾബറി വനങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെ തന്നെ, കർണാടകയിൽ തന്നെയാണ്. ഓക്കെ, അടുത്ത ഫാക്റ്റ്, സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. സിൽക്കിൻ്റെ സ്ഥാനത്തിലും കർണാടക തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ ചന്ദനമരം, മൾബറി, അതേപോലെ തന്നെ സിൽക്ക് ഏറ്റവും കൂടുതൽ എവിടെ തന്നെ, കർണാടകയിൽ തന്നെ. ഓക്കെ, അടുത്തായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി അല്ലെങ്കിൽ സെല്ല് നിലവിൽ വന്ന സ്ഥലം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അതാണ് ഡെറാഡൂൺ. ഓക്കെ, ഉത്തരാഖണ്ഡ് തലസ്ഥാനമാണ് ഡെറാഡൂൺ അല്ലേ. ഓക്കെ, ആ ഡെറാഡൂണിലാണ് എന്തുള്ളത്, ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം. ഇന്ത്യയിൽ ഏഷ്യൻ സിംഹങ്ങൾ അല്ലെങ്കിൽ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം. ഓക്കെ, അതാണ് ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗിർ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന നാഷണൽ പാർക്കിലും കേട്ടിട്ടുണ്ടാവും. ആ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സിംഹങ്ങളൊക്കെ കാണപ്പെടുന്നത്. സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് ഏത്, ഗിർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതായത് വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് PSC ആവർത്തിക്കുന്ന ഭാഗമാണിത്. നിർബന്ധമായിട്ടും ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തൊന്ന് പഠിക്കാൻ നോക്കുക. ഉറപ്പായിട്ടും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് കൃത്യമായിട്ട് വിട്ടുപോകാതെ ഓർത്ത് വെച്ചുകൊള്ളാം.